അപ്പം അടിക്കാൻ ഇറങ്ങിയതാണ് ആളില്ല. മാനേജർ സാറിന് കുടുംബം ഒന്നാകെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത്. വസ്തു വിറ്റാൽ കടമൊക്കെ തീരുമായിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തൊട്ട് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വാർത്തയെ പറ്റി അത്യാവശ്യം ധാരണ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം. സംഗതി വേറെ ഒന്നുമല്ല, ഇന്ന് അഫാന്റെ ഉമ്മ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കാം. മുഴുത്ത ഭ്രാന്തനാണ് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു ഭൂലോക കള്ളൻ. അങ്ങനെയൊക്കെ വേണം നമ്മൾ ഇനി അവരെ വിശേഷിപ്പിക്കാൻ. കാരണം എന്താണെന്ന് ഈ ഉമ്മ പറയുന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കണ്ടു തുടങ്ങാം. ഈ അന്നത്തെ ദിവസമേ അതിനു മുൻപ് നടന്ന എന്താ? അഫ്സാന, നമ്മുടെ ഇളയ കുഞ്ഞുണ്ടല്ലോ, എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി വിട്ട് പിന്നെ ഞാൻ വീട്ടിനകത്ത് വന്ന് കയറി. ഇതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിട്ട്, കഴിക്കാൻ കൊടുത്തു വിട്ട്. ഈ ഉമ്മയ്ക്ക് അന്നേ എന്തെങ്കിലും ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയില്ല. ഉമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ്മ അഫ്സാനെ, നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നതാണ് ഉമ്മ പറഞ്ഞത്. പാത്രം കഴുകിയപ്പോഴത്തേക്കിനാണ് തിരിച്ചു വന്നപ്പോൾ പുറകെ കൂടെ ഈ അഫാൻ കഴുത്തിൽ ഷോളിട്ടു. ഉമ്മ ക്ഷമിക്കും, അങ്ങനെയാണോ എന്താ പറഞ്ഞേ? അവൻ അങ്ങനെയാണ് പറഞ്ഞത്, ക്ഷമിക്കണേന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല, മോനെ ഒന്നും വേണ്ടിയില്ല. പിന്നെ വർഷാനെ വിളിച്ചോണ്ട് വരട്ടു മക്കളെ, മച്ചി ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കൊച്ചിനൊക്കെ എന്നൊക്കെ കണ്ടില്ല. മച്ചിക്ക് എനിക്ക് സ്വപ്നം കാണും പോലെ തോന്നി. ഇങ്ങനെ കഴുത്ത് കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണും പോലെ തോന്നി. പിന്നെ എനിക്ക് ആ ഉമ്മയുടെ ഒരു അവസ്ഥയല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഉമ്മ ഇത് പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? മകനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മ. അതുകൊണ്ട് തന്നെ ആ ഉമ്മ ഇപ്പോഴും പല കാര്യങ്ങളും വിഴുങ്ങിക്കളയുകയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ കമൻറ്റിൽ അങ്ങോട്ട് പറയുക, തുടക്കത്തിൽ തന്നെ. ബാക്കി കാര്യങ്ങൾ എന്നിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അതായത് ഈ ഒരു ഉമ്മ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉമ്മ അന്ന് രാവിലെ, ഈ സംഭവം നടക്കുന്ന രാവിലെ മക്കൾക്ക് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തത് ആ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിനുശേഷം നടന്ന പല കാര്യങ്ങളും ഈ ഉമ്മയ്ക്ക് ഓർമ്മയില്ല എന്നാണ് ഈ ഉമ്മ പറയുന്നത്. അങ്ങനെ ഓർമ്മയില്ലാതെ ആവുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ഒരു കാര്യവും ഈ ഉമ്മയ്ക്ക് ഓർമ്മയില്ലാതിരിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ മകൻ, ഈ ഒരു അഫാൻ എന്ന് പറയുന്ന വ്യക്തി ഉമ്മയെ ഉപദ്രവിക്കുന്ന സമയത്ത്, കഴുത്തെ മുറുക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം വരെ ആ ഒരു ഉമ്മ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ നീയായിട്ട്, വളരെ പോയിന്റ് വൈസ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഉമ്മ ഇല്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് മാറുകയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതിനെപ്പറ്റി ഏറ്റവും നന്നായിട്ട് പറയാൻ ചിലപ്പോൾ സാധിക്കുന്നത് ഡോക്ടർമാർക്കായിരിക്കും. അവർക്കേ പ്രോപ്പറായിട്ട്, ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഡോക്ടേഴ്സ് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് 1-2 കമൻറ്റുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറയുക, അങ്ങനെ ഒരു അവസ്ഥ വരുമോ? കാരണം അന്നത്തെ ദിവസം അവരെ ഉപദ്രവിച്ച അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന, എങ്ങനെയാണ് ഉപദ്രവിച്ചെന്നുള്ള കാര്യം അവർക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളോ അതിനുശേഷം, ലൈക്ക് ഇവരെ ഉപദ്രവിച്ചതിന് ശേഷം അഫാൻ അവിടുന്ന് പോയി, എന്നിട്ടാണ് ആ കുഞ്ഞ് അനിയനെയൊക്കെ ഉപദ്രവിക്കുന്നത്. പക്ഷെ അതിനെല്ലാം ശേഷം ഈ ഒരു പോലീസുകാർ വന്ന് ആ ഒരു വീട് കുത്തി തുറക്കുന്നവരെ ഈ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിനിടയ്ക്കത്തെ ഓരോ പോയിന്റ് വൈസ് പോയിന്റ് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഉമ്മയ്ക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ഉമ്മ മാറിക്കളയുകയാണ്. ഞാനൊരിക്കലും ആ ഉമ്മയെ കുറ്റം പറയില്ല ആ ഒരു കാര്യത്തിൽ. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 2 മക്കള്, ഒരാൾ പോയി, ഇനി ഒരാൾ ഇതാ ജയിലിൽ. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം മകനല്ലേ, എങ്ങനെയെങ്കിലും അവനൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി, അവനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കും ആ ഉമ്മയുടെ മനസ്സിൽ ഇപ്പോഴും. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ല. അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ കുറേ പേര് എന്നെ തെറി പറയാൻ വരും. പക്ഷെ എന്താണെങ്കിലും അവരെ നമുക്ക് അങ്ങോട്ട് കുറ്റം പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇനി അവരെന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? അവർക്ക് അവരുടെ ജീവിതം തന്നെ പോയി. ഇനി ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി അവർ ജീവിക്കുന്നു? നിങ്ങൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക.
ബാക്കി എന്നിട്ട് കേൾക്കാം നമുക്ക് ഈ ഉമ്മ പറയുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, കാണുക. നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു, ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയില്ലാതെ പോയി. എനിക്ക് ഓർമ്മ ഒരുപാട് കാര്യങ്ങൾ റഹീമക്കായിട്ട് പറഞ്ഞു എന്ന് ഞാൻ കേട്ടതാണ്. ഈ എന്തോ കലക്കി അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി. ചായ കുടിച്ചിരുന്നു? ചായ കുടിച്ചായിരുന്നു. അത് ഈ അഫ്സാനെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷമാണ്? അഫ്സാനൊക്കെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷം കഴിച്ച് ചായ കുടിച്ച്. ഒന്നും സംഭവിക്കില്ല എന്ന് ഉമ്മ പറയാൻ കാരണം എന്തോമ്മ? എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ കഴുത്തേല് ഷോള് ഒരുക്കി അമ്മ ഇങ്ങനെ കിടക്കുക അവിടെ? കിടക്കാരെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. പിന്നെ ഈ അഫാനപ്പം എന്താ പറഞ്ഞിട്ട് പോകുന്നു ഉമ്മ അടുത്ത്? പിന്നെ പറഞ്ഞ് മച്ചി ക്ഷമിക്കണേ, ഞാൻ വർത്താനെ വിളിച്ചുകൊണ്ട് വരട്ട് മച്ചിക്ക് ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഓ, പിന്നെ ഉമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന എപ്പോഴാ? പിന്നെ അറിയുന്ന വൈകുന്നേരം. എന്താ ഉമ്മ ആദ്യം ഇങ്ങനെ ഉമ്മയുടെ ഓർമ്മയിലുള്ള എന്താ? ജനലിൽ അടിക്കണത്, കമ്പി വെച്ച് ജനലിൽ അടിക്കണത്. പോലീസുകാർ വന്നിരിക്കുന്നത്. പോലീസുകാർ വന്ന് ജനലിൽ അടിക്കുന്നതൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ട്. പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്, ബാക്കിയുള്ള കുറച്ച് ലൈക്ക് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ റിപ്പോർട്ടർ കുറച്ചും കൂടെ നീയായിട്ട് ആഴത്തിലിറങ്ങി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ ഒക്കെയാണ് ഈ ഉമ്മയ്ക്കൊരു പേടി. ഇല്ല, എനിക്കത് ഓർമ്മയില്ല. പിന്നെ വേറൊരു കാര്യം ഉമ്മ പറയുന്നത് കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് ഉമ്മ പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിൽ ഞാൻ കുറ്റം പറയുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഉമ്മ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം. അവർക്ക് ഒന്നാമത് ക്യാൻസർ പോലുള്ളൊരു അസുഖമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പം ഓർമ്മ ശക്തി ചിലപ്പോൾ കുറയുന്നതായിരിക്കാം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ മറന്നു പോകുന്നതായിരിക്കാം. അങ്ങനെയും കൂടെ ഒന്ന് നമ്മൾ നോക്കണം. ഓക്കെ, രണ്ട് പെർസ്പെക്റ്റീവ് ഒരു വിഷയത്തിൽ പറയണം. എനിക്ക് പക്ഷെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒരു തോന്നിയ കാര്യമാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. മനഃപൂർവ്വം അങ്ങനെ വേണ്ടി അങ്ങനെ അങ്ങ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു സൈഡും കൂടെ കാണാം. ശരിക്കും അവർ ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കാം. അങ്ങനെ ശരിക്കും മറന്നു പോകുന്നുണ്ടെങ്കിലാണ് എനിക്ക് പിന്നെ ഒരു ഡൗട്ട്, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ വൈകുന്നേരം പോലീസുകാർ വന്ന് കയറി അടിച്ചു പൊട്ടിച്ചെടുക്കുന്നത് ആ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ രാവിലെ ആ പയ്യന് കഴിക്കാനുണ്ടാക്കി കൊടുത്തത് ഓർമ്മയുണ്ട്. ഇതിനിടയ്ക്കത്തെ അതുപോലെ തന്നെ ഇവൻ കഴുത്തേൽ കുരുക്കിടുമ്പോൾ മനസ്സിലായില്ലേ, ആ ഉമ്മയെ ഈ ഒരു മകൻ ആക്രമിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്നുള്ളതും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അവർ പറയുന്നില്ല. അതോടൊപ്പം തന്നെ അവർ പറയുന്നു എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ് നമ്മൾ. എന്താണ് ഉമ്മ ഇങ്ങനെ പറയുന്നത്? അവർക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിലും ഈ ഒരു മകൻ ഇങ്ങനെ ഉറപ്പിച്ച് തന്നെ ഒരു ഭ്രാന്തനെ പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാണിച്ചത്, അല്ലേ? അതിനുള്ള വളരെ നമുക്ക് അവനൊരു ഭ്രാന്തനാണെന്ന് തന്നെ ഞാൻ പറയും, അവനൊരു മാനസിക രോഗിയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒന്നും എടുത്തിട്ട് അങ്ങ് ആശുപത്രിയിലേക്ക് പോകുമായിരുന്നു? പിന്നെ ആശുപത്രി കൊണ്ടുപോകായിരുന്നു. ഈ വീട്ടിലെ എല്ലാ വിഷയങ്ങളും അഫാൻ അറിയാമായിരുന്നു? വീട്ടിലെ എല്ലാ വിഷയവും അഫാൻ അറിയാം. നമുക്ക് ഈ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു? സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവനറിയാം, എൻ്റെ ഇളയ മോനറിയാം, നമുക്ക് 3 പേർക്കും അറിയാം. 3 പേരും ഒരുപോലെയാണ് അവിടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര രൂപയുടെ കടമുണ്ടായിരുന്നു ഉമ്മയുടെ ഓർമ്മയിൽ? 10-25 ലക്ഷം രൂപയുടെ കടമുണ്ട്. അത് എങ്ങനെയാണ് ഉമ്മ വന്നത്? നമ്മൾ ഈ ലോൺ എടുത്തതൊക്കെയാണോ? ലോൺ എടുത്തത്, പലിശ കൊടുത്തത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പലിശയ്ക്ക് നമ്മൾ പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 25 ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നാണ് ആ ഉമ്മ പറയുന്നത്. അതും അഫാനായിട്ട് ഉണ്ടാക്കിയതല്ല, ഉമ്മയായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഉമ്മ വളരെ വ്യക്തമായിട്ട് ഒരു വലിയൊരു വീഡിയോ ആണ്, ഞാൻ കൂടുതലൊന്നും നിങ്ങളെ കാണിക്കാത്തതാണ്. ഒരു 25 ലക്ഷം രൂപയുടെ കടമാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉള്ളത് എന്നാണ് ഉമ്മ പറയുന്നത്. അതൊക്കെ അവരെ കൊണ്ട് വീട്ടാൻ പറ്റുമെന്നും ഈ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്ലിപ്പ് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്തും നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്കത് വീട്ടാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഒരു ചോദ്യം ഇത്രയാണ്, അതായത് 25 ലക്ഷം രൂപയുടെ കടം, അത് പക്ഷേ ഈ ഒരു വിഷയം വന്ന് ഈ ആദ്യ സമയങ്ങളിൽ, അതായത് ഇങ്ങനൊരു കൊലപാതകമൊക്കെ നടന്ന് അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ 25 അല്ലല്ലോ നമ്മൾ മാധ്യമങ്ങൾ വഴി അറിഞ്ഞത്. 40-60 വരെ പോയി കണക്കുകൾ. അതൊക്കെ എന്താ അങ്ങനെ ഒരു കണക്ക് വന്നുകൊണ്ടിരുന്നത്? അപ്പൊ കറക്റ്റായിട്ട് മാധ്യമങ്ങൾ തിരക്കാതെയാണോ ഈ ഒരു സംഖ്യയൊക്കെ? അതും ഭയങ്കര ഡിഫറൻസാ. 25 ലക്ഷം 30 ലക്ഷത്തിൻ്റെയൊക്കെ കൂടുതലൊക്കെ കൂട്ടിയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനായിരുന്നു അങ്ങനെ ഒരു ഗെയിം? കറക്റ്റ് ഒരു എമൗണ്ട് ഇപ്പൊ ഉമ്മ പറയുന്നുണ്ട്, ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത്രയും രൂപയുടെ കടവേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് അന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ പോലീസുകാരും അല്ലെങ്കിൽ മാധ്യമങ്ങളും ആ പയ്യന്റെ തലയിൽ ഇത്രയും കടമുള്ളൊരുത്തനാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കാര്യം എന്തിനു പറഞ്ഞു? അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു പരാമർശമല്ലായിരുന്നു? അതൊരു തെറ്റായിട്ടുള്ള ഒരു പരാമർശമല്ലായിരുന്നു? അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ തെറ്റുകാരനാണ്, അല്ലാതെ ഇവിടെ ഞാൻ പറയത്തില്ല.
വെറും ചെറ്റയാണ്. അവനെയൊക്കെ പെട്ടലി അടിച്ച് പൊട്ടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇല്ലാത്ത കാര്യം എന്തിനാണ് അവന്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ പോയത്? അതൊരു ചോദ്യമല്ലേ. നമുക്ക് ബാക്കി കേൾക്കാം. ഉമ്മ ഈ നമ്മുടെ അന്ന് ഈ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് ആരോ വന്ന് അന്ന് എന്താ അവര് പറഞ്ഞെന്താ? അവർ പറഞ്ഞത് ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ ജപ്തി ചെയ്യണമെന്ന് പറഞ്ഞ്, സാറിന്മാര് മുതിർന്ന സാറ് വന്ന് എല്ലാവരെയും കൂടി നിർത്തി ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അഫാനും ഉണ്ടായിരുന്നു. അഫാൻ അടിക്കാൻ ഇറങ്ങിയതാണ് ആളില്ല. ഓ, മാനേജർ സാറിന്. അഫാൻ മാനേജറെ അടിക്കാൻ ഒരുങ്ങി. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ ഇവന്റെ ഒരു മെന്റാലിറ്റി എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. അവൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ, അതും അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ബാങ്കുകാരല്ല ഇവരുടെ കയ്യിൽ നിന്ന് വന്ന് ലോൺ എടുത്തിരിക്കുന്നത്, ഇവരാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ഇവരെ വന്ന് മീറ്റ് ചെയ്തപ്പോൾ കയ്യും കാലും പിടിക്കാം, രണ്ട് തെറി പറയാം, അടയ്ക്കത്തില്ലടാ നീയൊക്കെ എന്തു ചെയ്യും എന്ന് ചോദിക്കാം. പക്ഷെ വന്ന മാനേജറിനെ തല്ലാൻ പോവുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കണം. സോ അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇവൻ. അതും ഇവൻ ഒരു ലഹരിയുടെയും പുറത്തല്ല. ഇവൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല എന്നാണ് പോലീസുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്, പോലീസുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവൻ ഒന്നുമില്ല, ഒരു ലഹരിയുടെയും പുറത്തല്ലാതെ ഇവൻ പച്ചയ്ക്ക് നിൽക്കുമ്പോൾ ഇവര് പോയി ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കയറി വരുന്ന മാനേജറിനെ തല്ലാൻ പോകുന്നു. തെറി പറഞ്ഞാൽ പിന്നെയും പോട്ടെ, മനസ്സിലാക്കാം. തല്ലാൻ പോകുന്നു, ഉപദ്രവിക്കാൻ പോകുന്നു. ആ ഒരു മെന്റാലിറ്റിയാണ് ഇവന്റെ. മനസ്സിലായല്ലോ. ഓൾറെഡി ഇവനൊരു ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തനാണ്. അതാണ് ഇവിടെ തെളിയുന്നത്. ഇല്ലെങ്കിൽ മാനസികമായിട്ട് മാനസിക രോഗിയാണ് ഇവൻ എന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പറയും. നല്ല മാനസിക പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി. ഇല്ലെങ്കിൽ മാനേജറിനെ പോട്ടെ, സ്വന്തം ഉമ്മ അനിയനെയൊക്കെ ബാക്കി കേൾക്കും. അത് ജപ്തി ചെയ്യുന്നത് കൊണ്ടായിരിക്കും. നമുക്ക് ഈ സഹിക്കാൻ പറ്റാത്ത കടം ഉണ്ടായിരുന്നു? അത്രയ്ക്കധികം കടം ഉണ്ടായിരുന്നു? ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു കടങ്ങള്. ഉമ്മ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉമ്മ എല്ലാം അറിഞ്ഞോ? എനിക്ക് എൻ്റെ കൊച്ചു അതൊക്കെ ചെയ്തതെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റാനില്ല, വിശ്വസിക്കാൻ എനിക്ക് പറ്റാനില്ല, അത് വിശ്വസിക്കാനൊക്കെ. അഫാൻ ഉമ്മയോട് വല്ലതും പറഞ്ഞിരുന്നോ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ചോ, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല. ഈ അഫാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കാര്യം? ഈ ഫോണൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന? ഫോണൊക്കെ ഉപയോഗിക്കും, രായും പകലും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഈ ഗെയിം കളി അങ്ങനെ എന്തെങ്കിലും? ഗെയിം കളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വൈരാഗ്യം അഫാന് തോന്നാൻ കാരണം എന്തായിരിക്കും ഉമ്മ എല്ലാവരോടും? അത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി പ്രശ്നങ്ങൾ. പാപ്പാക്ക് പിന്നെ വസ്തു വിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടനൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ അഫാനും അറിയായിരുന്നു? അഫാനും അറിയാമായിരുന്നു. അഫാനായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്? അല്ല, വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ 3 പേരും വേണ്ടി ഷെയർ ചെയ്യുമായിരുന്നു. അഫാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുടുംബം ഒന്നാകെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, അങ്ങനെയൊക്കെയുള്ള സത്യമായിരുന്നു ഉമ്മ? കുടുംബം ഒന്നാകെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത്. വസ്തു വിറ്റാൽ കടമൊക്കെ തീരുമായിരുന്നു. അപ്പോ വസ്തു വിറ്റാൽ, അവരുടെ പേരിലുള്ള വസ്തു വിറ്റാൽ തീരാവുന്ന കടമേ ഉള്ളൂ അവർക്ക്. മനസ്സിലായില്ലേ? 25 ലക്ഷം രൂപ അത് അവരുടെ വസ്തു വിറ്റ് അവർക്ക് കിട്ടിയേനെ. എന്നാൽ ഇത് ആദ്യമേ ചെയ്യാൻ മേലായിരുന്നോ? ഈ ഉമ്മയോടാണ് എന്റെ ചോദ്യം. എന്നാൽ പിന്നെ ഇത് ആദ്യമേ ചെയ്യാൻ മേലായിരുന്നോ? എന്തിനാണ് ആ മകനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? ആ മകൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയതിന് അവൻ മാത്രമല്ല കുറ്റക്കാരൻ എന്നാണ് ഇവിടെ തെളിയുന്നത്. അവര് തന്നെ പറയുന്നു വസ്തു വിറ്റായിരുന്നെങ്കിൽ ഈ ഒരു കടം തീർന്നേനെ. എന്നാൽ പിന്നെ അത് ചെയ്യാൻ മേലായിരുന്നോ? ചെയ്തുകൂടായിരുന്നോ? എന്തുകൊണ്ട് ചെയ്തില്ല? അതും പോട്ടെ കുറച്ച് ബാക്കിലോട്ട് നമ്മളൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വാപ്പാന്റെ സ്വത്ത് വിൽക്കുന്നതിനെ പറ്റി ഒരു കാര്യം ഉമ്മ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ആ വാപ്പാന്റെ ചേട്ടനുമായിട്ട് എന്തോ ഈ സ്വത്തിന്റെ പേരിലുള്ള ചെറിയ ഈ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ അതാണ് ഇവനൊരു ദേഷ്യം വരാനുള്ള ഒരു കാരണം എന്നൊക്കെയാണ് ആ ഉമ്മ പറയുന്നത്. അത് ദേഷ്യം ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് ആ വ്യക്തിയെ കൊല്ലാനുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല കാര്യമാണോ ഉമ്മ? നല്ല കാര്യമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ഉമ്മയൊക്കെ തന്നെയാണ് ഈ മകനെ ഇത്രയും വഷളാക്കിയത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറ. അവര് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടു അവര് പറയുന്നത് തന്നെ ഇല്ലേ? അവരുടെ സ്വത്തൊക്കെ വിറ്റ് കഴിഞ്ഞാൽ തീർക്കാവുന്ന കട ഉണ്ടായിരുന്നില്ല. അങ്ങനെ തീർത്തിട്ട് ഒരു കുഞ്ഞു വാടകയുടെ അടുത്ത് മക്കളുമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കണമായിരുന്നു. ഇത് പിന്നെയും ഓരോടത്തുനിന്ന് കടം മേടിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അഫാന്റെ ഒരു സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മടുത്ത് കാണും. ഇങ്ങനെ കടം മേടിച്ച് എല്ലായിടത്തും കയറി ഇറങ്ങി എരന്ന് ഇങ്ങനെ മേടിച്ചൊരു പരിധി ആയപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് പോയി അവന് ഭ്രാന്ത് പിടിച്ച് കാണും. എനിക്കങ്ങനെ മനസ്സിലാവുന്ന ആ ഉമ്മ തന്നെ പറയുന്നതാ. നിങ്ങൾ കേക്ക്, അങ്ങനെ കൂടെ ഒന്ന് ചിന്തിക്കും നിങ്ങൾ. ആദ്യമേ എൻ്റെ ഒറ്റ ചോദ്യം ഇത്രേ ഉള്ളൂ,
അങ്ങനെ അവരുടെ സ്വത്ത് വിറ്റാൽ തീരാവുന്ന കടമായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യണമായിരുന്നു. ഇത്രയും അന്നത്തെ ദിവസം തന്നെ, അന്നത്തെ ആ ഉമ്മ തന്നെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ, അതായത് ആ സെയിം ദിവസം ഇവന് ഉപദ്രവിച്ച ദിവസം തന്നെ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു വേറെ ആളുടെ അടുക്ക കടം മേടിക്കാൻ. ആർക്കാണെങ്കിലും പൊട്ടത്തില്ലേ ഇങ്ങനെ? ഈ ഉമ്മയ്ക്കാണെങ്കിലും എങ്ങനെ പറ്റി ഇങ്ങനെ എല്ലായിടത്തും പോയി കാശ് മേടിക്കാനായിട്ട്? ഉള്ളത് വിറ്റിട്ട് സമാധാനത്തിൽ ജീവിക്കണമായിരുന്നു ഇല്ലേ? നിങ്ങൾ പറ, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എനിക്കിതിനകത്ത് എല്ലാവരെയും ഈ ഒരു കുടുംബത്തിൽ ആ പാവം മനുഷ്യൻ അങ്ങേര് വെളിയിൽ പോയി കിടന്നതൊന്നും അറിയാതെ കിടന്ന് പണിയെടുക്കുമായിരുന്നു. ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നതൊക്കെ എന്താണെന്ന് കണ്ടല്ലോ, ആ ഉമ്മയുടെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.